സമാപന സമ്മേളനത്തിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഈ ആശ്രാമം മൈതാനം, അതായത് ഈ പ്രധാന വേദിയുള്ളത് അല്ലേ രാവിലെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി കലാശക്കൊട്ടു കഴിഞ്ഞു, ഇനി മമ്മൂട്ടിയുടെ വരവിനായുള്ള ഒരു കാത്തിരിപ്പാണ്. അതിനുള്ള രാവിലെ നമ്മൾ പറഞ്ഞു അത്തരത്തിലുള്ള ഒരു ജനസാഗരം തന്നെ ഈ ആശ്രാമം മൈതാനത്തിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിലും എല്ലാം കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ജനസന്നാഹം തന്നെ കാണുന്നുണ്ട്. അരുൺ അമർനാഥും മാധുശ്രീ മനസ്സിലാക്കണം, ആശ്രാമ മൈതാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. എത്ര പേര് വന്നാലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇടമാണ് ആശ്രാമ മൈതാനം. അവിടെ നോക്കൂ, അത്രമാത്രം ജനങ്ങൾ, അത്രമാത്രം തലകൾ നമുക്ക് കാണാം അല്ലേ. ഒരു നുള്ളു മണ്ണ് വാരിയിട്ട് താഴേക്ക് വീഴാത്ത അത്രയും മനുഷ്യരുണ്ട്. ഓമനക്കുട്ടൻ എന്തോ സർപ്രൈസ് ആയിട്ട് എൻ്റെ നടുവ് കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആദിത്യൻ ഓമനക്കുട്ട, എന്താ നമുക്കായിട്ടുള്ള ഒരു സർപ്രൈസ്? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കലാരൂപമാണോ? മോളെ ഇത് ഇവൻ പിടിച്ചു വാങ്ങിച്ചാണോ മോള് കൊടുത്തതാണോ? അപ്പോൾ മോള് ഇവിടെ നിൽക്കുന്നത് ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റവുമായിട്ടാണ്. റിതമിക് ജിംനാസ്റ്റിക്സ് എന്നാണ് ഈ ഐറ്റത്തിന്റെ പേര്. അതിൽ നാഷണൽ ലെവലിൽ തിളങ്ങി ഇപ്പോൾ സംസ്ഥാന കലോത്സവ വേദിയിൽ അംഗീകാരമൊക്കെ ലഭിച്ച് നിൽക്കുകയാണ്. മോളുടെ പേരെന്താണ്? അഹാന ബിജു. എത്ര വയസ്സുണ്ട് മോക്ക്? എത്രാം ക്ലാസ്സിലാണ്? ഞാൻ 8th പഠിക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇത് എപ്പോഴാണ് മോളി പഠിച്ചത് അഭ്യാസങ്ങളൊക്കെ? ഇത് ഞാൻ തന്നെ പഠിക്കാൻ ചെറുപ്പം തൊട്ടേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാഷണൽ ലെവലിലെത്തി അല്ലേ? അതെ, നാഷണൽ. എന്താ സന്തോഷമുണ്ടോ ഇവിടെ തിരിക്കുമ്പോ? ഉണ്ട്. കൊല്ലംകാരിയാണ്? കറക്റ്റ് കൊല്ലംകാരിയല്ല, അല്ല, കായംകുളം. അപ്പൊ കൊല്ലത്ത് വന്നതാണ് ഈ കലോത്സവ നഗരി ഒന്ന് ആവേശമാക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ? താമസിക്കുന്ന കൊല്ലത്താണോ? എവിടെയാണ്? പരവൂരുകാരിയാണ്. അപ്പൊ മോള് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോണേ എന്താണെന്ന്? ഫ്യൂഷൻ ആണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പൊ തുടങ്ങാം. അപ്പോൾ റിതമിക് ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മോളുടെ പേരെന്തായിരുന്നു? അഹാന ഇപ്പൊ അവതരിപ്പിക്കാൻ പോകുന്ന പ്രേക്ഷകർക്കായിട്ട്. തുടങ്ങിക്കോ മോളെ. റിതമിക് ജിംനാസ്റ്റിക്സിൽ ദേശീയ തലത്തിൽ തിളങ്ങിയ അഹാന കൃഷ്ണയാണ് ഇപ്പോൾ കലോത്സവ നഗരിയിൽ ആശ്രാമം മൈതാനിയിൽ എല്ലാവരെയും ആവേശഭരിതയാക്കി. ഒരു 13 വയസ്സുകാരി, ചെറുപ്പത്തിലെ റിതമിക് ജിംനാസ്റ്റിക്സ് പഠിച്ച് അതിൽ മികവ് തെളിയിച്ച അഹാന കൃഷ്ണയാണ്. ഒരു 13 വയസ്സുകാരിയാണ് ഇപ്പോൾ ആശ്രാമം മൈതാനത്ത് കലോത്സവ നഗരിയെ ആകെ ആവേശഭരിതയാക്കിക്കൊണ്ട് പ്രകടനം നടത്തുന്നത്. എല്ലാവരും അത് കണ്ടു നിൽക്കുകയാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം. നമ്മളൊക്കെ ടെലിവിഷനിലൊക്കെ കണ്ട പ്രകടനമില്ല അരുണേ, അത്തരത്തിൽ വലിയ പ്രകടനം. അവിടെ മാറിയെന്ന് അരുണേ, ചിലപ്പോൾ നമുക്കിത് പരിചയമില്ല. അഹാന വളയങ്ങൾ കൊണ്ട് 2, 3, 4 ഒക്കെ വളയങ്ങൾ കൊണ്ട് വലിയ പ്രകടനമാണ് നടത്തുന്നത്. അഹാന കൃഷ്ണ എന്ന കൊല്ലം പരവൂരിൽ നിന്നുള്ള 8ാം ക്ലാസ്സുകാരിയുടെ അസാധ്യ പ്രകടനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. റിതമിക് ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന ഐറ്റമാണ്. കൊല്ലംകാരെ സപ്പോർട്ട് പോരാ കേട്ടോ, സപ്പോർട്ട്. ഈ കുഞ്ഞ് അഹാനയ്ക്ക് ഒരു തിരക്കുണ്ട്. ലാസ്റ്റ് ഒരു ഐറ്റം ഇവിടെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് അവർ പ്രേക്ഷകർ കാണേണ്ടതാണെന്ന് അഹാന പറയുന്നത്. ഞാനേ നമ്മുടെ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും അഹാനയ്ക്ക് ചെറിയൊരു പിണക്കമായിരുന്നു. അഹാനയുടെ പ്രധാന ഐറ്റം കാണിച്ചിരുന്നു. അപ്പോൾ അഹാന അത് കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അഹാന തകർക്കോ? ഓക്കെ. അപ്പോൾ എല്ലാ വളയങ്ങളും ചേർത്ത് അഹാന കാണിക്കുകയാണ്. അതിനൊരു പാട്ടുണ്ട്, നമുക്ക് പാട്ട് പാടിക്കൊടുക്കാൻ അറിയില്ല. ഓക്കെ. അപ്പോൾ അഹാനയുടെ അസാമാന്യ പ്രതികരണം. എല്ലാ വളയവും. ഇത് എത്ര വളയമുണ്ട് ടീച്ചറെ? 6 വളയമാണ് ഇപ്പം ലാസ്റ്റിലോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വെറൈറ്റി രീതിയിലാണ്, കാലിലും കയ്യിലും എല്ലാമായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അതിശയമാണ്. ഞങ്ങളുടെ ഇപ്പം നാഷണലിൽ അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതായത് സ്റ്റേറ്റ് വിന്നറാണ് ജിംനാസ്റ്റിക്സ്. ഇവിടുത്തെ ഈ ഫ്ലോറിൽ മോൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഒരു ഫ്യൂഷൻ ഐറ്റമായിട്ട് വന്നത്. വളരെയേറെ സന്തോഷം. ഞങ്ങളുടെ നാടിന്റെ ഒരു അഭിമാനമാണ്. എവിടെ പോയാലും ശ്രദ്ധിക്കാനല്ലേ ആളുകൾ? അതെ, ഞങ്ങളുടെ നാടിന്റെ മുത്താണ്. ഇപ്പം നാഷണലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ സ്വീകരണങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു പവലിൽ കയറിയപ്പോൾ തന്നെയാണ് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് വിളിക്കുകയാണ്. അത് വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാം. ശരിക്കും സന്തോഷമുണ്ട്. മോള് നല്ല എനർജറ്റിക് ആയിട്ട് ചെയ്യും. അവൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. അപ്പോൾ അഹാന എല്ലാവരെയും ഞെട്ടിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്താണ് അഹാനയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് റിതമിക് ജിംനാസ്റ്റിക്സിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് ഒളിമ്പിക്സിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതുകൂടാതെ എനിക്ക് ഇന്ത്യൻ ആർമി ഓഫീസർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളെ രാഹുൽ മാങ്കുടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ചില്ലറ കളിയൊന്നുമല്ല നമ്മളെ പിള്ളേർ കളിക്കുന്നത്. ഒളിമ്പിക്സിൽ പോകട്ടെ, ഈ മോള് അവളുടെ സ്വപ്നങ്ങളെല്ലാം പോകണിയിട്ട് ഇന്ത്യൻ ആർമിയുടെ അതിശക്തിയായ ഒരു
ഉദ്യോഗസ്ഥയായി നമ്മുടെ ആഹാരം മാറട്ടെ അവളുടെ